ഹായ് ഡിയർ, നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് അറിയേണ്ടതായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ട ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ ഡിയർ, അതിനുശേഷം റീഡിങ് കാണാം. ഓക്കെ, ഡിവൈൻ ഗൈഡ് ചെയ്ത് നൽകിയാലും വ്യൂവേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് ഗൈഡ് ചെയ്ത് നൽകിയാലും ഡിവൈൻ ഗൈഡ് ചെയ്ത് നൽകിയാലും വ്യൂവേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് ഗൈഡ് ചെയ്ത് നൽകിയാലും അവരുടെ ചലഞ്ചസ് എന്താണ്, അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലഞ്ചസ് എന്താണ്, ഈ ഒരു സിറ്റുവേഷൻ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൈഡ് ചെയ്ത് നൽകിയാലും ഡിവൈൻ ഇവിടെ കറണ്ട് എനർജിയിൽ കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ നീതി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈശ്വരനിൽ അർപ്പിക്കുക. ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഓർക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള ചലഞ്ചസും പ്രലോഭനങ്ങളാണ്. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വ്യക്തികളോ സാഹചര്യങ്ങളോ അത് ശരിയായിക്കൊള്ളണം എന്നില്ല. അത് നിങ്ങളുടെ മുന്നിൽ അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. അത് അവർ ശരിയാണ്, ഒരു സാഹചര്യം ശരിയാണ് എന്ന് തോന്നുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്തിലേക്കോ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, റോങ് അഡിക്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെയും ചൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആണ്, ഒരു വ്യക്തിയിലായിരിക്കാം, ഒരു സാഹചര്യത്തിലായിരിക്കാം. അത് ചിലപ്പോൾ ഒരു സ്നേഹബന്ധമായിരിക്കാം, ചിലപ്പോൾ പണപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ആപ്റ്റല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിലേക്കൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം. അതൊരു വ്യക്തിയായാലും സാഹചര്യമായാലും. ഓക്കെ ഡിയർ, ഇമോഷണലി നിങ്ങൾ ഈ സമയത്ത് ചൂസ് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് തന്നെ അവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ബർഡൻ നൽകിയ, നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറാത്ത വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടേതായിട്ടുള്ളൊരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു സമയം കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പിന്നെയും ആ ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ നിൽക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ്. നിങ്ങൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഡെവലപ്പായി നിങ്ങൾക്ക് സ്വയം പര്യാപ്തമായി മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികളെ, അതായത് നിങ്ങളുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം ആവശ്യമുള്ള വ്യക്തികൾക്കോ ഒരു സാമ്പത്തിക സഹായമായിട്ടോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിങ്ങൾ സ്റ്റേബിൾ ആകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 3 monthsനുള്ളിലായിരിക്കാം. അവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രലോഭനത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ട് റൈറ്റ് ചോയ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥിരതയിലേക്ക് എത്താൻ സാധിക്കുന്നത്. സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത് അപ്പോഴാണ്. ഓക്കെ ഡിയർ, അപ്പോൾ ഈ ഒരു ചലഞ്ചിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക. ഈശ്വരൻ്റെ സപ്പോർട്ട് സ്വീകരിക്കുക. പ്രോപ്പറായിട്ടുള്ള മെഡിറ്റേഷൻസിലൂടെ പ്രോപ്പറായിട്ടുള്ള ഒരു വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം. അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.